ഓവർ സൈസിലുള്ള ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് എങ്ങനെ ഷോൾഡർ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിൽ പറയണത്. ഓവർ സൈസ് ആകുമ്പോൾ ഷോൾഡറൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് ഇറങ്ങി നിൽക്കുക, അതെങ്ങനെ റെഡിയാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു ചുരിദാർ നല്ല ഓവർ സൈസായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഡബിൾ എക്സലോ എങ്ങാനും ട്രിപ്പിൾ എക്സലോ എങ്ങാനുമാണ് ഈ ചുരിദാർ വന്നിട്ടുള്ളത്. ഇത് സാധാരണ ലാർജ് സൈസിലുള്ള ഒരാൾക്കാട്ടോ ഇത് റെഡിയാക്കി കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്, കട്ടിങ് എങ്ങനെ ചെയ്യും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കോട്ടൻ്റെ ചുരിദാർ ആയതുകൊണ്ട് തന്നെ പോളിസ്റ്റർ മിക്സ്ഡ് ആയിട്ടുള്ള കോട്ടനാണ് കേട്ടോ, വെറും കോട്ടനല്ല, മിക്സ് ഉണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്നിടത്തുള്ളൊരു തുണി ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിടാണ് ചെയ്തിട്ടുള്ളത് ചുരിദാറിനെ. അപ്പോൾ 4ആയിട്ട് കിട്ടും. ബാക്കും ഫ്രണ്ടും ഓട്ടോമാറ്റിക്കലി സ്റ്റിച്ച് ചെയ്തതാണല്ലോ. ചില ഡ്രസ്സുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിച്ചെടുക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ കഴിച്ചെടുക്കാതെയൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ കൂടെ കാണിച്ചു തരാൻ പോണത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് കറക്റ്റായിട്ട് മടക്കിയിടണം. ഉള്ളിലൊരു ചുളിവോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മളെ കട്ടിങ്ങിനെ നന്നായി ബാധിക്കും, ചെറിയതായിട്ട്. കാരണം ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഉള്ളിലൂടെയും ചുളിവോ കാര്യങ്ങളൊക്കെ വന്നാൽ നല്ല വ്യത്യാസങ്ങൾ വരും, അപ്പോൾ കോമ്പട്ടുകൾ വരും, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല, അങ്ങനത്തെ ഒരു ഇതിക്ക് പോകും. അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിച്ച് ആദ്യം നന്നായി ഇതിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് നമ്മൾ വിരിച്ചിടുകയാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ അളവ് കാര്യങ്ങളും ഒക്കെ നോക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രൈറ്റായിട്ട് വെക്കണം കേട്ടോ, കറക്റ്റായിട്ട് വെച്ചിരിക്കണം. കാരണം വളവോ തിരിവോ ഉണ്ടായാൽ അളവിലും വളവോ തിരിവോ ഒക്കെ വരും. അപ്പോൾ ഞാനിതിൽ ചെയ്ത അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, കാരണം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഷോൾഡർ 7 ഇഞ്ചാണ് വെച്ചെങ്കിൽ നമ്മൾ ആ 7 ഇഞ്ച് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അതേപോലെ അത് താഴത്തേക്ക് ആം ഹോളും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് നിന്ന് വരച്ച് നമ്മൾ ആം ഹോൾ കർവ് ചെയ്യണ പോലെ കർവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കണ്ടല്ലോ മാറ്റം വരുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കാണിച്ച പോലെ തന്നെ ഷോൾഡറാണ്. ഷോൾഡറിന് ശേഷം ഇതിലേതായാലും നെക്ക് ഇതൊന്നുമില്ല, അപ്പം നെക്ക് കാര്യങ്ങളൊക്കെ ചിലർക്ക് ബാക്ക് നെക്ക് ഇറക്കി കൊടുക്കേണ്ടി വരും, അതൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ ചെയ്യുന്നത് ഇതിൽ ചെസ്റ്റ് അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ചെസ്റ്റ് അളവ് എത്രയാണോ അത് ഏകദേശം ഞാൻ പറയട്ടെ, ഒരു സുമാറ് 10 ആണെങ്കിൽ ആ 10ഉം പിന്നെ അതിലുള്ള തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് ഷേപ്പിൽ വരുന്നതോടാണ് ഹിപ്പാണ്. ചെസ്റ്റ് അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ ഹിപ്പ് അടയാളപ്പെടുത്തണം. കാരണം ഹിപ്പ് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ നടുഭാഗത്താണ് നമ്മൾ ഷേപ്പ് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യണത് ഒരു എളുപ്പവിദ്യയാണ്. അതായത് ഇപ്പം 40ആണ് നമ്മളെ ചെസ്റ്റ് വന്നത് വെച്ചെങ്കിൽ ടാപ്പിന് ആദ്യം 2ആയി മടക്കുക, പിന്നെ ഒരു മടക്കൂടി മടക്കുക. അപ്പോൾ അങ്ങനെ 4ആയി മടക്കും. 4ആയി മടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അളവ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ കണക്ക് കൂട്ടിയതായൊന്നും കുത്തിറക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് അളവ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാനുള്ള ഒരു വഴിയാണ് കേട്ടോ അത്. ഇപ്പോൾ ഈ കാണിച്ചത് ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തിയ ശേഷം വേസ്റ്റ് റൗണ്ട് ചെസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും ഇടയിൽ നമ്മൾ കറക്റ്റായി നടുഭാഗം അടയാളപ്പെടുത്തി. അപ്പം വേസ്റ്റ് റൗണ്ട് നമ്മൾ എത്രയാണോ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ അടയാളപ്പെടുത്തിയത് അത് നെറുന്നിങ്ങോട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ആ അളവും കറക്റ്റായിട്ടാണ് കേട്ടോ വരിക. അതൊരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ, അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള. കാരണം ഹിപ്പൊക്കെ കറക്റ്റാണ് ഓപ്പൺ കൊടുത്തത് എന്നൊക്കെ അറിയാനുള്ളൊരു കറക്റ്റ് മെത്തേഡാണ്. അതിന് ശേഷം അത് കറക്റ്റായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക ചെയ്യണത്. തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. നമ്മൾ ഹിപ്പിൻ്റെ അവിടെ എത്രയാണോ അടയാളപ്പെടുത്തിയത് അത് തന്നെയാണ് കറക്റ്റ് താഴ്ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. കൂടുതലോ കുറവോ ഒന്നും കൊടുക്കരുത് കേട്ടോ, അത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം കറക്റ്റായിട്ട് അതിങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. ഇതിൽ കാണിക്കണ പോലെ നമ്മൾ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് വരിക വേണ്ടത്. ഇത് നീങ്ങിപ്പോണ തുണികളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നന്നായി പിൻ ചെയ്യുകയൊക്കെ വേണം. കാരണം സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് നമ്മൾ കട്ട് ചെയ്യണമെന്നുള്ളത് നല്ല ബോധം വേണം നമുക്ക്, അല്ലാഞ്ഞാൽ നല്ല പണി കിട്ടണതാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് അത്യാവശ്യം പോളി കോട്ടൺ ആയതുകൊണ്ട് തന്നെയാണ് ഇതാ ചെയ്യേണ്ടി വരാഞ്ഞത്. എനിക്ക് പിന്നൊന്നും ചെയ്യേണ്ടി വരാഞ്ഞ് നേരെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് ലേശൊരു എയറുള്ളൊരു ടൈപ്പ് ഇനി ഉള്ളിൽ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത ശേഷം ഒന്ന് നീർത്തിയിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് റെഡിയാക്കി എടുക്കുക ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ വേണ്ടിയ ഫ്രണ്ടിൻ്റെ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം, അത് വേറെ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ അത് മാറ്റി ഇട്ട ശേഷമാണ് കേട്ടോ അത് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യണത്. ഇതിൽ
ഫ്രണ്ട് ആം ഹോൾ വേറെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം സ്ലീവാണ് നമ്മൾ ഇതിമെന്ന് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. കാരണം സ്ലീവുമ്മൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ആം ഹോൾ കുറച്ച് അതിന്മേലുണ്ടാവും. അപ്പോൾ അവിടെ ലേശം ഒന്ന് ആ ഓവർലോക്ക് ഞാൻ തുന്നിക്കല്ല ചെയ്തിട്ടുള്ളത്. പതുക്കെ ഒന്നായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിന് ശേഷം പതുക്കെ അതാണ് വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒറ്റടിക്കാരും വലിച്ചെടുക്കരുത്, കാരണം കീറിപ്പോകും. നന്നായി ശ്രദ്ധിക്കണം. അതിൻ്റെ ഡയറക്ഷൻ ഏതെന്ന് നോക്കിയിട്ട് അതിൻ്റെ നൂലൊന്ന് ജസ്റ്റ് പൊട്ടിച്ച ശേഷം പിന്നെ പതുക്കെ അങ്ങനെ പിടിച്ച് പൊട്ടിച്ചാൽ കറക്റ്റായിട്ട് ആ നൂല് പോരും കേട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും കീറുന്ന പോലെ നമ്മൾ ഒറ്റയടിക്ക് വലിച്ചു പോകരുത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്ത് പോകരുത് കേട്ടോ. കാരണം അവിടെ ഒരു ചെറിയൊരു കെട്ടുണ്ടാവും. ആദ്യം ആ കെട്ട് നമ്മൾ കൈകൊണ്ട് വേറെടുത്ത ശേഷം പതുക്കെ ഇങ്ങനെ ഞെട്ടിച്ച് വലിച്ചെടുത്താൽ പോരും. കാരണം റെഡിമെയ്ഡിൻ്റെ സ്റ്റിച്ചാകുമ്പോൾ അത്യാവശ്യം വലിയ സ്റ്റിച്ചേക്കാരം, അതുകൊണ്ട് പോരാനും എളുപ്പമായിരിക്കും. ഈ സ്ലീവിൽ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക. കാരണം റെഡിമെയ്ഡ് ഡ്രസ്സായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ആം ഹോൾ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ സ്ലീവിൽ ചിലപ്പം വ്യത്യാസങ്ങൾ കാണിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിന്മേലുള്ള അത് പതുക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓവർലോക്ക് അതിന് ശേഷം പതുക്കെ ഞെട്ടിച്ചാണ് കഴിച്ചെടുക്കുകയാണ് ചെയ്തത്. മറ്റേ തുന്നി കഴിക്കണമെങ്കിൽ കുറേ ടൈം പിടിക്കും. അതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ നീർത്തിട്ട് കൊടുക്കുക സ്ലീവ്. ഇത് സ്ലീവൊന്നും ശരിക്കൊരു സ്ലീവിൻ്റെ ഒരു ഇതൊന്നുമില്ല, എന്താ പറയുക, സ്ലീവിൻ്റെ ഷേപ്പൊന്നും കറക്റ്റ് ഇല്ല ഇനി. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിന് ശേഷം ഇത് നടുഭാഗം ഒന്ന് കട്ടിട്ട ശേഷം കറക്റ്റായിട്ട് ഫ്രണ്ടും അല്ലെങ്കിൽ ഉൾഭാഗവും ഫേസ് ചെയ്യണ കോലത്തിൽ ഏത് ഭാഗമാണോ വെക്കണത് ആ ഭാഗം ഫേസ് ചെയ്യണ കോലത്തിലാണ് നമ്മൾ ഡ്രസ്സിനുള്ളത് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ വെച്ച ശേഷം വൺ സൈഡ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം അല്പം കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും ഈ മടങ്ങി നിൽക്കുന്നത് നമ്മൾ അയൺ ചെയ്തിട്ട് തന്നെ ചെയ്യണം, നന്നായിട്ട് അയൺ ചെയ്യണം. പക്ഷെ അപ്പം എന്തോ ഒരു ടൈമില്ലായ്മ കാരണം ഞാനത് കറക്റ്റായി പിടിച്ച് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തത്. ഇനി അതിൻ്റെ സൈഡിൽ ചെറിയൊരു നോച്ചിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഫ്രണ്ട് ഭാഗത്തേക്കുള്ളതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നോച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ടിക്കും ബാക്കിക്കും ഉള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ നെക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് ആദ്യം നമ്മൾ ആം ഹോള് ആം ഹോൾമേൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണിക്കണ പോലെ ചെയ്യട്ടോ. പിന്നെ അടിഭാഗത്തേക്ക് താഴ്ത്തി അടിക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതിൽ ഈ കാണിച്ചുന്ന പോലെ തന്നെയുള്ള സ്റ്റിച്ചിങ് കേട്ടോ. സ്റ്റിച്ചിങ് കാര്യമായിട്ടൊന്നുമില്ല. ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.